ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണ ഒരു കിഡിലും പോക്കറ്റ് ഷവർമ ഇട്ടാ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ബൗളിൽ ചിക്കൻ എടുത്തുക്കണ്. അതിലേക്ക് കുറച്ച് സോയാ സോസ്, 2 ടീസ്പൂൺ കോൺഫ്ലവർ പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി നമുക്ക് ഇതിനൊന്ന് സുന്ദര കുട്ടപ്പന്മാരാക്കി എടുക്കാം. ഇനി ഇതിനൊന്ന് നമുക്ക് പൊരിച്ചെടുത്താലോ. അപ്പോൾ നമുക്കതിനായിട്ട് ഒരു പാൻ വെക്കുക, എന്നിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക, ആവശ്യത്തിന് വേണ്ടി മാത്രം ഓയിൽ ഒഴിക്കുക. എന്നിട്ട് നമ്മൾ സുന്ദര കുട്ടപ്പന്മാരെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അവരൊന്നുകൂടെ ഭംഗി വെച്ച് വരുന്നവരെ നമുക്ക് അതിൽ തന്നെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ആയി വന്നിക്കണ്. ഇനി നമുക്ക് ഇവരെ മാറ്റി വെക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ബ്രെഡ് ഒന്ന് കട്ടാക്കി എടുക്കാം. ഈ ബ്രെഡിൻ്റെ സൈഡിലുള്ളതൊന്നും ഞാൻ ഒഴിവാക്കലില്ല, അതൊക്കെ എടുത്ത് പൊടിച്ച് വെക്കലുണ്ട് കട്ട്ലൈറ്റൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ബ്രെഡൊക്കെ ഇവിടെ കട്ടാക്കി കഴിഞ്ഞിരിക്കണ്. ഇനി നമുക്ക് ഈ ബ്രെഡ് കോട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മുട്ടയുടെ മിക്സ് ഒന്ന് തയ്യാറാക്കുക. അപ്പോൾ അതിന് ഞാൻ ഇവിടെ 3 മുട്ട എടുത്തിക്കണ്. അതിലേക്ക് കോൺഫ്ലവർ ഇട്ടിക്കണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി, അല്ലെങ്കിൽ വേണമെന്നില്ല. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നോർമലി നമ്മൾ കട്ട്ലൈറ്റൊക്കെ ചെയ്യുന്ന പോലെ ആദ്യം തന്നെ മുട്ടയുടെ മിക്സിയിൽ കോട്ട് ചെയ്തെടുക്കുക, പിന്നെ ബ്രെഡിൻ്റെ മിക്സിലും കോട്ട് ചെയ്തെടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മളൊക്കെ ഇവിടെ സെറ്റ് ആയിക്കണം കേട്ടോ. ഇനി നമുക്ക് ഈ ബ്രെഡ് പോക്കറ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അങ്ങനെ ഒക്കെ ഇവിടെ സെറ്റ് ആയിക്കണം കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് സെറ്റാക്കി എടുക്കുക. അപ്പോൾ ഈ ഒരു ബൗളിലേക്ക് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ക്യാബേജ്, ക്യാരറ്റ്, തക്കാളി, സവാള, പിന്നെ കക്കരിക്ക. നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ച് നമ്മൾ സുന്ദര കുട്ടപ്പന്മാരെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. കുറച്ച് മയോണീസും ഒഴിച്ച് കൊടുക്കുക, ആവശ്യത്തിന് മാത്രം. പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനൊന്ന് കട്ട് ചെയ്ത് പോക്കറ്റാക്കി എടുത്താലോ. അപ്പോൾ ഇതുപോലെ ബ്രെഡ് എടുത്ത് ജസ്റ്റ് ഒരു കത്തി വെച്ചൊന്ന് കട്ടാക്കി എടുത്ത് ഇനി ഇതിലേക്ക് മയോണീസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫില്ലിങ്സും അതിലേക്കാക്കി കൊടുക്കുക. അങ്ങനെ ഇതുപോലെ ഒക്കെ ചെയ്യുക. അപ്പോൾ നമ്മൾ പോക്കറ്റ് ഷവർമ റെഡി.